അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഈ മഞ്ഞൾ കൃഷി ചെയ്യുക. എല്ലാവരും കൂടി മഞ്ഞൾ കൃഷി ഒരു 10 കള്ളി എടുത്തിട്ട് നമ്മൾ വളപ്പൊടി ഇട്ടിട്ട് മഞ്ഞൾ കൃഷി ചെയ്താലും നമുക്ക് പച്ച മഞ്ഞൾ തന്നെ നമുക്ക് കടയിൽ കൊണ്ടുകൊടുത്തിട്ട് വിൽക്കാം. നല്ലോണം വിത്തും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, നമ്മൾ മഞ്ഞൾ കൃഷി ഒരു 1-2 കണ്ടത്തിൽ നിറച്ച് ഇതുപോലെ ചതുരത്തിൽ കണ്ടങ്ങൾ നല്ല മണ്ണ് ഇങ്ങനത്തെ ഒരു 10 തടകം എടുത്തതിൻ്റെ ശേഷം ഇതിൽ നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യുന്നതാണ്. ഇങ്ങനത്തെ തടാണ് എടുക്കേണ്ടത്. നീളത്തിൽ ഒത്തമ്മക്ക് കർക്കിടക മാസത്തിൽ മഴ പെയ്യുമ്പോൾ ചാണകം കലക്കി ഒഴിക്കുകയും തൂപ്പും ചാണകം എല്ലാം വെച്ച് കൊടുക്കും. തക്കാണ് ഇങ്ങനത്തെ ഒരു 10-20 എണ്ണ ഇങ്ങനെ എടുക്കും. നമ്മൾ കണ്ടത്തെ ഫുള്ളായിട്ട് നമ്മൾ മഞ്ഞൾ ഇങ്ങനെ നടുക. അപ്പോൾ ഇതിൻ്റെ തട എടുക്കുന്നതാണ്. പക്ഷെ നീളത്തിൽ ഇങ്ങനെ നിങ്ങൾ നല്ലോണം ഇത് പുല്ലങ്ങ് തട്ടിക്കളിയുക. ഇങ്ങനെയാണ് തട്ടിക്കളിയുക. നല്ലോണം എല്ലാ കൃഷിയും ചെയ്യുക. നമ്മൾ ഇപ്പം സുഖമാണ്. ഇപ്പം പുതുമയതിനെ കൊണ്ട് നല്ല മണ്ണിനെ തന്നെ നല്ലോണം മുറിയുന്നുണ്ട്. കള്ളി ഒരു ബരങ്ങ് വരി നമ്മൾ ഒന്നിങ്ങനെ ഇങ്ങനെയാക്കി ഇങ്ങനെയാക്കി ഇങ്ങനത്തെ ഒന്നും എടുക്കുക. ഇനി അപ്പുറം എടുക്കുക. ഒന്ന് ഇപ്പുറം ഒന്ന് ഇപ്പുറം എടുക്കുക. ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ വളപ്പൊടി ഇതിൽ ഇടുക. അപ്പം നമ്മളിതാ വളപ്പൊടി കുണ്ടിൽ ഇങ്ങനെ പാറ്റി കൊടുക്കുക. ഓരോരോ കുണ്ടിൽ ഇങ്ങനെയാണ് ഇങ്ങനെ ഞാനിങ്ങനെയാണ് കൃഷി ഉണ്ടാക്കൽ. ഇങ്ങനെ വളപ്പൊടി ഇങ്ങനത്തെ ഒരു റൗണ്ട് കൊണ്ടെടുത്തിട്ട് ഓരോരോ റൗണ്ടിൽ ഇങ്ങനെ വളപ്പൊടി ഇട്ട് ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ ഒരു വിത്ത് ഇവിടെ വെക്കും, ഒരു വിത്ത് ഇവിടെ വെക്കും, ഒരു വിത്ത്. ഇങ്ങനെയാണ് നമ്മൾ മഞ്ഞൾ കൃഷി ചെയ്യുന്നത്. ഇഞ്ചി പോലെ തന്നെ ഒത്ത വിത്ത് വെക്കുക. എന്നിട്ട് വേനൽക്കാലം മഴക്കാലം പിടിക്കുക നോക്കുമ്പോൾ കർക്കിടക മാസത്തിലാകുമ്പോൾ തൂപ്പും ചാണകനും വെക്കുക. മണ്ണ് കാറ്റി കൊടുക്കുക. എന്നാൽ നല്ലോണം അടക്കടുത്ത് വിത്തുണ്ടാവും. ഇനി നമ്മൾ ചാണകം പറ്റുന്നു ഇങ്ങനെയില്ലേ വേണ്ട. അധികം ചാണകപ്പൊടി വേണ്ട. നമുക്ക് ഇങ്ങനെ ഇടുക. കുറഞ്ഞ ചാണകപ്പൊടിയാൻ വേണ്ടു. നമ്മൾ ഇങ്ങനത്തെ വിത്ത് എടുക്കുക. ഒരു വിത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നീളത്തിൽ ഒരു വെറ്റ് ഇത്തരത്തിൽ വെക്കുക. ഒന്ന് ഇത്ര വെക്കുക. ഒന്ന് ഇങ്ങനെ വെക്കുക. ഒന്ന് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നിറച്ച് എന്ത് ചെയ്യുക, ഇത് ഇത്രയായി വെക്കണ്ടു. ഇതെന്ത് ചെയ്യുക, നമ്മൾ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ അങ്ങ് മൂടിക്കൊടുക്കുക. വേണ്ട. അതെ. ഇനി നമ്മൾ ഇപ്പുറത്തേന് വെക്കുക. ഒന്നിങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുക. അങ്ങനെ വെക്കുക. കഴിഞ്ഞ് ആടെ വെച്ച് ഇനി നമ്മളിങ്ങനെ മൂടുക. കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മണ്ണാട് ഇട്ട് കൊടുക്കുക. ഇങ്ങനെയാണ്. അപ്പോൾ കുറഞ്ഞ വിത്താണ്. ഇനി മാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ നടുവ് കൂടി ഇപ്പോൾ ഇങ്ങനെ നട്ടിക്കില്ല. ഒരു വിത്ത് നമ്മൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് 2-3 ആടെ അങ്ങ് നട്ട് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് ഈ നടുവിൽ വിട്ടതാ കുറച്ചാണോ അപ്പോൾ ഇട്ടിട്ട് ഒരു വിത്ത് നമ്മൾ നടുവിൽ ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. ഒന്ന് മണമെങ്കിൽ വള ഇല്ലാണ്ട് തന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. വളക്കൂറില്ലാണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നടുവിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ അത് അടക്കായി. ഇനി നമ്മൾ അടുത്ത കള്ളിയിലേക്ക് അങ്ങനെ നട്ട് വളപ്പൊടി ഇട്ടിട്ട് അങ്ങ് പോവുക. ഇതിൻ്റെ മേലെ തൂപ്പും വെച്ചിട്ട് മഴക്കാലാകുമ്പോൾ തൂപ്പും ചാണകം വെച്ചിട്ട് മണ്ണ് നാല കൊത്തി വലിക്കുക. നല്ല നിറച്ച് വിത്തുണ്ടാവും. ഞാൻ ഇങ്ങനെയാണ് കൃഷി ചെയ്യൽ. ഇനി നമുക്ക് സഞ്ചിയിൽ നണ്ടി ഉണ്ടാകുമ്പോൾ പിന്നെ കാണിച്ചു തരും. അപ്പം ഇങ്ങനെ നമുക്ക് ചാണകപ്പൊടി കുറച്ചാൽ മതി. 2 കൂടെ ചാണകം ഉണ്ടാവും. ഒരുപാട് കൂടുത്തുമ്പലേക്ക് നമുക്ക് ഇങ്ങനത്തെ കൂടുത്തുമ്പലേക്ക് നടുവാനുണ്ടാകും. ഇതിലും കൂടി നമ്മളിങ്ങ് നടുവാൻ പാടുണ്ട്. എനിക്കിന്ന് ഫുള്ളിന്ന് മഞ്ഞൾ നടൽ തന്നെയാണ്. 2 കണ്ടത്തിൽ ഫുള്ളായിട്ട് മഞ്ഞൾ നടുക. അപ്പം നമ്മൾ വളപ്പൊടി വീണ്ടും ഇങ്ങനെ ആക്കുക. അപ്പം നമുക്ക് എല്ലാ കൃഷിയും ചെയ്യാം. കൃഷി ചെയ്താണ്ട് ഒക്കുകയില്ല. നമ്മൾ ഒന്നൊന്നായിട്ട് ചേർങ്ങൾ ഇഞ്ചി, മഞ്ഞൾ, ചേമ്പ്, ചേന എല്ലാം കൂടിയും ചെയ്താട് ഒരു കൊല്ലത്തിൽ നമ്മൾ കടയിൽ നമ്മൾ ചായപ്പൊടി, പഞ്ചാര, അരി, മഞ്ഞൾ ഇതെല്ലാം വിൽക്കുമ്പോൾ അതിൽ നിന്നൊരു നിശ്ചയമായൊരു പൈസ വിറ്റ ഒന്നായിട്ടാണ് നമുക്ക് അന്നത്തെ കൂലിയും വീടിയ കൂലിയെല്ലാം. അതുപോലെയാണ് ഒരു കൃഷിക്ക് നമുക്ക് ഒക്കൂല. എല്ലാ കൃഷി കൊക്കോ ഇതെല്ലാം ചെയ്യും. അപ്പോൾ ഒരു കൊല്ലത്തിൽ നിങ്ങൾ എത്ര 12 ജാതി കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ആ 12 എന്നുള്ള മിച്ചമായ വരുമാനം നമുക്ക് ഉണ്ടാവും. കൃഷിയിൽ നിന്ന് ഒക്കൂല നിങ്ങൾ ഒരിക്കലും പറയും. കാരണം ഇന്ന് ഇന്ത്യ പറയുമ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയെ കാക്കുന്നവരാണ് യഥാർത്ഥ ഒരു കൃഷിക്കാർ.
ഒരു കൃഷിക്കാരനാണ് യഥാർത്ഥ ഇന്ത്യയെ രക്ഷിക്കുന്നവനും ഇന്ത്യയെ കാക്കുന്നവനും പട്ടാളക്കാരത്തിന് തുല്യമാണ്. അപ്പോൾ കൃഷിക്കാർക്കാണ് യഥാർത്ഥത്തിന് ഒരു സെല്യൂട്ട് കൊടുക്കേണ്ടത്. പട്ടാളക്കാർക്ക് സെല്യൂട്ട് കൊടുക്കും പോലെ കൃഷിക്കാർക്കും പട്ടാളക്കാർക്കും നല്ലൊരു സെല്യൂട്ട് കൊടുക്കണം. കാരണം ഈ കൃഷിക്കാരാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തെ കൊണ്ടുവന്നത്. ഒരു കൃഷിക്കാരന് ഒരിക്കലും പിന്നെ കൃഷി ചെയ്യാണ്ട് ഒക്കെ പറ്റൂല. ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഒരു കൃഷിക്കാരൻ കൃഷി ചെയ്യുന്ന, കഷ്ടപ്പെട്ടിട്ട് മണ്ണിലും വയലിലൊക്കെ നെല്ലുണ്ടാക്കുവാനും എല്ലാം മണ്ണ് പണിയെടുത്തിട്ടാണ്. അപ്പോൾ മുഷിഞ്ഞിട്ട് ഒരു വെള്ളം വരെ കുടിച്ചിട്ടുണ്ടാവില്ല കണ്ടെത്തുന്നത്. കുറച്ചും കൂടിയും കൈയിട്ടേ വിചാരിക്കും, നട്ടങ്ങ് തീർന്നോട്ടെ വിചാരിക്കും. അങ്ങനെയാണ് കൃഷിക്കാർ. അപ്പോൾ അത്രക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഇന്ത്യ രാജ്യത്തെ കാക്കുന്ന ഒരു കൃഷിക്കാരൻ. പട്ടാൾക്കാർ പോലെ തന്നെ പട്ടാൾക്കാരെ അതിർത്തിയിൽ നിന്നിട്ടാണ് നമ്മളെ ജനങ്ങളെ സംരക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കൃഷിക്കാരൻ വെച്ചാൽ കൃഷിക്കാരൻ പണിയെടുത്തിട്ടില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നമുക്ക് ഭക്ഷണം കഴിക്കും. ഭക്ഷണമാണ് പ്രധാനം. അപ്പോൾ കുട്ടികളും അതേ ഒരു മേഖല കണ്ടെത്തി കുട്ടികളും കൃഷിയിടത്തിലിറങ്ങും. കൃഷിയിടത്തുനിന്ന് പലതും പഠിക്കുവാനും ഒക്കെ നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ നടുക ഇത്തിരി അകലം വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്യുന്നു. നമുക്ക് പണിയുണ്ട്. ഇന്നലക്ക് കൃഷിയിടത്തിൽ കൊക്കോ 4 പറയും പുല്ല് ചെത്തിയിട്ട് റെഡിയാക്കേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ മണ്ണം ഇടും. നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ഇടുക. അതുപോലെ തന്നെ ഒരു വിത്ത് ഇവിടെ നടുക, ഒരു വിത്ത് ഇവിടെ നടുക. ഞാനോ പൊടിച്ചോടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ അങ്ങ് ആക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ആക്കി ഇണക്കുന്ന ഫുള്ളായിട്ട് പണിയുണ്ട്. അപ്പം വീഡിയോ ഇത്തിരി ഞങ്ങൾക്ക് കാണിക്കുവാനാവും. അധികം വീഡിയോ കാരണമാവില്ല. ഒക്കെ ഇപ്പോൾ ഇങ്ങനെ നിങ്ങൾ കൃഷി ചെയ്യുക. എല്ലാവരും കൃഷി ചെയ്യുക. തന്നെയാണ് കൃഷിക്കാർ. തന്നെയാണ് പണിയും എല്ലാം തന്നെയാണ് കണ്ടെത്തേണ്ടത്. എങ്ങനെയാണോന്ന് തന്നെ കണ്ടെത്തി നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എങ്ങനെ നമ്മൾ ഇന്ത്യ രാജ്യത്ത് നമുക്ക് മുന്നേറ്റം നടത്തണം, എങ്ങനെ പുരോഗമനം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഓരോ ബിസിനസ്സും ഉണ്ടാക്കേണ്ടത്. ഇതെല്ലാം ഒരു ബിസിനസ്സും കൂടിയാണ്. അപ്പോൾ എല്ലാവരും കൃഷിയിലിറങ്ങി സന്തോഷവും ഐശ്വര്യവും കണ്ടെത്തുകയും എല്ലാം ഉഷാറാക്കി എടുക്കുകയും ഒക്കെ